എൻ്റെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ട്. ഇതൊന്ന് ഫേസ്ബുക്കിൽ പ്രൊമോട്ട് ചെയ്യണം. എനിക്കൊരു 5 ലക്ഷം ആളുകളിലേക്ക് ഇത് റീച്ച് ചെയ്യണം. ഇതിന് ഏകദേശം എത്ര രൂപ ആഡ് സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഒരുവിധം ഡിജിറ്റൽ മാർക്കറ്റേഴ്സൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ചോദ്യമാണല്ലോ ഇത്. നമ്മളൊക്കെ ഇതുവരെ ഇതിനെങ്ങനെയാണ് സോർട്ട് ചെയ്യുക? ഒന്നുകിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേഷൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ അവർക്ക് വേണ്ട ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തതിൻ്റെ ശേഷം ഫേസ്ബുക്ക് തരുന്ന ഒരു എസ്റ്റിമേഷൻ നമ്മൾ ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് പറഞ്ഞു കൊടുക്കും അല്ലേ. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഫേസ്ബുക്കിൽ ബൈയിങ് ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്ഷനായിരുന്നു ഇതുവരെ വർക്ക് ചെയ്തിരുന്നത്. അതായത് ലേലം, നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ ആഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ആഡിനെ കൂടുതൽ പ്ലേസ് ചെയ്യുക. അതിൻ്റെ ബഡ്ജറ്റൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മൾ ടാർഗറ്റ് ചെയ്തതുപോലെ അല്ലെങ്കിൽ നമുക്ക് തന്ന എസ്റ്റിമേഷൻ പോലെ ഒരു റീച്ചിലേക്ക് ഒരു പക്ഷേ എത്തിക്കൊള്ളണമെന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു ബൈയിങ് ടൈപ്പ് തന്നിട്ടുണ്ട്. ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളോട് ക്ലയൻറ്റ് പറയുകയാണ്, എനിക്ക് നെക്സ്റ്റ് 7 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു 2 ലാക്ക് റീച്ചിലേക്ക് എത്തണം, ഇതിന് ഏകദേശം എത്ര രൂപ വരും, ഇതിനൊരു എസ്റ്റിമേഷൻ എത്ര രൂപ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റിസർവേഷൻ ടൈപ്പ് വെച്ചിട്ട് ക്യാമ്പയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത്, നമുക്കൊരു 7 ഡേയ്സിലേക്കൊക്കെയാണ് ആ ക്യാമ്പയിൻ പോകേണ്ടതുണ്ടെങ്കിൽ ആ 7 ഡേയ്സിൽ അത്ര റീച്ച് ഫേസ്ബുക്ക് റിസർവ് ചെയ്ത് വെക്കും. അതിന് ഫേസ്ബുക്ക് പറയുന്ന എമൗണ്ടും ഫിക്സഡ് ആയിരിക്കും. നമ്മൾ ആ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലയൻറ്റിന് ആ റീച്ച് അഷ്വർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ റിസർവേഷൻ ക്യാമ്പയിൻസ് ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആളുകൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക.